കപ്പൽ നിർമ്മാണ ഓഹരികൾ പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കാൻ പോകുകയാണോ? ഈ വീഡിയോയിൽ കപ്പൽ നിർമ്മാണ ഓഹരികളിലെ കുതിച്ചുചാട്ടത്തിന് പിന്നിലെ കാരണങ്ങളും അത് വ്യവസായത്തിന് എന്താണ് അർത്ഥമാക്കുന്നത് എന്നതും നമ്മൾ പരിശോധിക്കുന്നു. വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ മുതൽ വർദ്ധിച്ചുവരുന്ന ആവശ്യം വരെ ഈ പ്രവണതയെ നയിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നു. നിങ്ങൾ പുതിയ അവസരങ്ങൾ തേടുന്ന നിക്ഷേപകനായാലും ഷിപ്പിംഗ് ലോകത്ത് താൽപ്പര്യമുള്ളവനായാലും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ കപ്പൽ നിർമ്മാണ ഓഹരികൾ കുതിച്ചുയരുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് കണ്ടെത്താം. കപ്പൽ നിർമ്മാതാക്കളുടെ ലോകത്തേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ എന്നോടൊപ്പം ചേരൂ. അവരുടെ ഓഹരികൾ ഇപ്പോൾ കുതിച്ചുയരുന്നത് എന്തുകൊണ്ടാണെന്ന് കണ്ടെത്തൂ. ഗവൺമെന്റ് മെഗാ പ്രോജക്റ്റുകൾ മുതൽ ആഗോള പ്രതിരോധ ഇടപാടുകൾ വരെ എന്തോ വലിയ കാര്യം സംഭവിക്കുന്നു. അത് ഒരു വലിയ തരംഗത്തിന്റെ തുടക്കമായിരിക്കാം. ഈ കുതിച്ചുചാട്ടത്തിന് കാരണമാകുന്നത് എന്താണെന്ന് നമുക്ക് കണ്ടെത്താം. ഒരു കാലത്ത് ഓഹരി വിപണിയിലെ ഒരു പ്രത്യേക സെക്ടർ ആയിരുന്ന കപ്പൽ നിർമ്മാണ മേഖല ഇപ്പോൾ വലിയ തരംഗങ്ങൾ സൃഷ്ടിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ മാസഗൺ ഡോക്ക്, കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് തുടങ്ങിയ മുൻനിര ഇന്ത്യൻ കപ്പൽ നിർമ്മാണ കമ്പനികളുടെ ഓഹരികൾ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചു. ഇൻട്രാഡേ വ്യാപാരത്തിൽ 14% വരെ ഉയർന്നു. ഇത് റീറ്റെയിൽ സ്ഥാപന നിക്ഷേപകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. പക്ഷേ ഈ കുതിപ്പ് ഇത്ര പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? ഒരു നിക്ഷേപകന്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യയുടെ വ്യാവസായിക പ്രതിരോധ ശേഷികളിൽ വളരുന്ന ആത്മവിശ്വാസത്തെയാണ് ഈ പ്രവണത പ്രതിഫലിപ്പിക്കുന്നത്. സർക്കാർ പിന്തുണയുള്ള സമീപങ്ങൾ, ലാഭകരമായ പ്രതിരോധ കരാറുകൾ, വർദ്ധിച്ചുവരുന്ന ആഗോള സമുദ്ര ആവശ്യകത എന്നിവ ഈ കമ്പനികളുടെ യഥാർത്ഥ വരുമാന വളർച്ചയിലേക്കും ഓർഡർ പൈപ്പ് ലൈനുകളിലേക്കും വിവർത്തനം ചെയ്യുന്നു. വിശാലമായ സാമ്പത്തിക തലത്തിൽ കപ്പൽ നിർമ്മാണത്തിലെ കുതിച്ചുചാട്ടം ആഗോള സമുദ്ര ശക്തി കേന്ദ്രമാകാനുള്ള ഇന്ത്യയുടെ അഭിലാഷങ്ങളുടെ സൂചനയാണ്. ശക്തമായ ഒരു കപ്പൽ നിർമ്മാണ വ്യവസായം കയറ്റുമതി വർദ്ധിപ്പിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും പ്രതിരോധ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുകയും സ്റ്റീൽ, എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് തുടങ്ങിയ അനുബന്ധ മേഖലകളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ സർക്കാർ നിയന്ത്രണത്തിലുള്ള പ്രതിരോധ കപ്പൽ നിർമ്മാതാക്കൾ ഗണ്യമായ ഓർഡർ കുതിച്ചുചാട്ടത്തിനായി ഒരുങ്ങുകയാണ്. ശക്തമായ ആഭ്യന്തര പിന്തുണ, വർദ്ധിച്ച പ്രതിരോധ ചെലവ്, സമുദ്ര അടിസ്ഥാന സൗകര്യങ്ങൾക്കായുള്ള ആഗോള ആവശ്യം എന്നിവയാണ് കപ്പൽ നിർമ്മാണ ഓഹരി വിലയിലെ സമീപകാല കുതിച്ചുചാട്ടത്തിന് കാരണം. ഇന്ത്യയിൽ സാഗർമാല 2.0 പോലുള്ള സംരംഭങ്ങളിലൂടെ സർക്കാർ സമുദ്ര മേഖലയിൽ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചതും 25,000 കോടി രൂപ സമുദ്ര വികസന ഫണ്ട് സൃഷ്ടിച്ചതും നിക്ഷേപകരുടെ വികാരത്തെ ഗണ്യമായി ഉയർത്തി. കൂടാതെ പ്രോജക്ട് 70B പ്രകാരമുള്ള 70,000 കോടി രൂപ യുദ്ധക്കപ്പൽ കരാർ പോലുള്ള പ്രധാന പ്രതിരോധ കരാറുകൾ മസഗോൺ ഡോക്ക്, കൊച്ചിൻ ഷിപ്പ് യാർഡ്, GRSE തുടങ്ങിയ കമ്പനികൾക്കുള്ള ഓർഡർ വരവിന്റെ പ്രതീക്ഷകൾ ഉയർത്തി. കൂടാതെ പ്രധാന കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നതിനായി തമിഴ്നാട്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ തീരദേശ സംസ്ഥാനങ്ങളിലെ ഭൂമി സർക്കാർ തിരിച്ചറിയുന്നത് സമുദ്ര അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള അതിന്റെ പ്രതിബദ്ധതയെ അടിവരയിടുന്നു. കൊച്ചിൻ ഷിപ്പ് യാർഡും ദക്ഷിണ കൊറിയയുടെ HD ഹ്യുണ്ടായിയും തമ്മിലുള്ള നിർദ്ദിഷ്ട 10,000 കോടി മെഗാ കപ്പൽശാല പദ്ധതി പോലുള്ള ആഗോള കളിക്കാരുമായുള്ള സഹകരണം ഈ മേഖലയുടെ വളർച്ചാ പാതയെ കൂടുതൽ സൂചിപ്പിക്കുന്നു. ഈ സംഭവവികാസങ്ങൾ ഷിപ്പിംഗിനുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യകതയെ പ്രതിഫലിപ്പിക്കുക മാത്രമല്ല, ഇന്ത്യയെ കപ്പൽ നിർമ്മാണത്തിനുള്ള ഒരു സാധ്യതയുള്ള ആഗോള കേന്ദ്രമായി സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഇത് നിക്ഷേപകരെ കൂടുതൽ ആകർഷിക്കുന്നു. കപ്പൽ നിർമ്മാണത്തിലും കയറ്റുമതിയിലും ഇന്ത്യ ഒരു പ്രധാന പങ്കാളിയാകാൻ ലക്ഷ്യമിടുന്നതിനാൽ സ്ഥാപനപരവും റീറ്റെയിൽ നിക്ഷേപകരിൽ നിന്നും ഈ മേഖലയ്ക്ക് പുതിയ താൽപ്പര്യം അനുഭവപ്പെടുന്നു. ഇത് ഓഹരി വിലകൾ കുത്തനെ ഉയർത്തുന്നു. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡിംഗ് സ്റ്റോക്ക് Q4 വരുമാനത്തിൽ 18% ഉയർന്നു. അറ്റാദായം വാർഷികാടിസ്ഥാനത്തിൽ 119% ഉയർന്ന് 244.2 കോടി രൂപയായി. അതേസമയം എബിറ്റയുടെ 142% വാർഷികാടിസ്ഥാനത്തിൽ 219 കോടി രൂപയായി. ഈ പാദത്തിലെ ഒരു ഓഹരിക്കു ലഭിക്കുന്ന വരുമാനം 21.32 രൂപയായിരുന്നു. പ്രതിരോധ ഉപകരണങ്ങൾക്കായുള്ള ചെലവ് വർദ്ധിപ്പിക്കുന്നതിലും ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയിലും നിക്ഷേപകർ പന്തയം വയ്ക്കുന്നതിനാൽ ഓപ്പറേഷൻ സിന്ദൂരിന്റെ തുടക്കത്തിനു ശേഷവും പ്രതിരോധത്തെ ചുറ്റിപ്പറ്റിയുള്ള ആവേശം നിലനിൽക്കുന്നു. അടുത്ത 2 വർഷത്തിനുള്ളിൽ അവരുടെ സംയുക്ത ഓർഡർ ബുക്കുകൾ 3 ഇരട്ടിയാകാൻ സാധ്യതയുണ്ട്. വർദ്ധിച്ച പ്രതിരോധ ചെലവ്, തദ്ദേശീയവൽക്കരണ ശ്രമങ്ങൾ, അന്തർവാഹിനികൾ, കോർവെറ്റുകൾ, ഫ്രിഗേറ്റുകൾ എന്നിവയുൾപ്പെടെയുള്ള നാവിക പദ്ധതികളുടെ ശക്തമായ പൈപ്പ് ലൈൻ എന്നിവയാണ് ഈ കുതിപ്പിന് കാരണം. വ്യക്തിഗത ഓഹരികളിൽ GRSE ഓഹരി വില 14% ഉയർന്ന് 2,243 കൊച്ചിൻ ഷിപ്പ് യാർഡ് ഓഹരി വില 8% ഉയർന്ന് 1,751 MDL 4% ഉയർന്ന് 3,143 എത്തി. കഴിഞ്ഞ 6 മാസത്തിനിടെ ഈ ഓഹരികൾ 30%-നും 60%-നും ഇടയിൽ വില കുതിച്ചുയർന്നു.
എന്നിരുന്നാലും GRSEയും CSLയും യഥാക്രമം 23%-വും 43%-വും താഴ്ന്നു. മേക്ക് ഇൻ ഇന്ത്യ 2015 മുതൽ 2030 വരെയുള്ള ഇന്ത്യൻ നാവികസേനയുടെ സ്വദേശിവൽക്കരണ പദ്ധതിയിൽ സ്വകാര്യ മേഖല ഉൾപ്പെടെയുള്ള വ്യവസായങ്ങൾക്ക് അവരുടെ അറിവും നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ചെലവ് കുറഞ്ഞ രീതിയിൽ ഉപയോഗപ്പെടുത്തി സായുധ സേനയുടെ നൂതന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് പറയുന്നു. സമീപ വർഷങ്ങളിൽ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആഗോള വിതരണ ശൃംഖലകളിലെ തടസ്സങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത മത്സരവും ഉൾപ്പെടെയുള്ള നിരവധി വെല്ലുവിളികൾ അടുത്തിടെ കപ്പൽ നിർമ്മാതാക്കൾ നേരിട്ടിട്ടുണ്ട്. വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങൾ കാലതാമസത്തിനും ചെലവുകൾ വർദ്ധിക്കുന്നതിനും കാരണമായി. എഞ്ചിനുകൾ, നാവിഗേഷൻ സിസ്റ്റങ്ങൾ, ഉയർന്ന നിലവാരമുള്ള സ്റ്റീൽ പോലുള്ള അടിസ്ഥാന വസ്തുക്കൾ എന്നിവ പോലുള്ള അവശ്യ ഘടകങ്ങൾ ലഭ്യമാക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ കാരണം പലപ്പോഴും ഭൂമിശാസ്ത്രപരമായി വൈവിധ്യമാർന്ന വിതരണക്കാരുടെ ശൃംഖലയിൽ നിന്നാണ് ഇവ ലഭിക്കുന്നത്. ഇറക്കുമതിയെ ഈ രീതിയിൽ ആശ്രയിക്കുന്നത് കപ്പൽശാലകളെ ആഗോള ആഘാതങ്ങൾക്കും ലോജിസ്റ്റിക്കൽ തടസ്സങ്ങൾക്കും ഇരയാക്കുന്നു. അതേസമയം വ്യവസായം കടുത്ത മത്സരത്തെ നേരിടുന്നു, പ്രധാനമായും ചൈന, ദക്ഷിണ കൊറിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന്. ചെലവ്, കാര്യക്ഷമത, ഉൽപാദന സ്കെയിൽ എന്നിവയിൽ നേട്ടങ്ങളുള്ള വിപണിയിൽ ആധിപത്യം പുലർത്തുന്ന ഇവ പലപ്പോഴും സർക്കാർ സബ്സിഡികളുടെ പിന്തുണയോടെയാണ് പ്രവർത്തിക്കുന്നത്. കപ്പൽ നിർമ്മാണത്തിന്റെ മൂലധന തീവ്ര സ്വഭാവം, ഉയർന്ന അടിസ്ഥാന സൗകര്യ ചെലവുകൾ, തുടർച്ചയായ സാങ്കേതിക നവീകരണങ്ങളുടെയും വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തിയുടെയും ആവശ്യകത എന്നിവയുമായി ചേർന്ന് ഈ മത്സര സമ്മർദ്ദം ഒരു വെല്ലുവിളി നിറഞ്ഞ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ലാഭക്ഷമത നിലനിർത്തുന്നതിനും പുതിയ ഓർഡറുകൾ നേടുന്നതിനും നിരന്തരമായ പോരാട്ടങ്ങൾ ആവശ്യമാണ്. കൺക്ലൂഷൻ: കപ്പൽ നിർമ്മാതാക്കളുടെ ഓഹരികൾ കുതിച്ചുയരുന്നതിനുള്ള പ്രധാന കാരണം ഇന്ത്യയുടെ സമുദ്രമേഖലയിലെ പുത്തൻ ഉണർവാണ്. സർക്കാർ പിന്തുണയുള്ള മെഗാ പദ്ധതികൾ, വലിയ പ്രതിരോധ കരാറുകൾ, മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള സ്വദേശിവൽക്കരണ നീക്കങ്ങൾ, ആഗോളതലത്തിൽ ഉയർന്ന സമുദ്ര ആവശ്യകത, ശത്രുതാഭാവമുള്ള ജിയോപൊളിറ്റിക്കൽ സാഹചര്യം തുടങ്ങി നിരവധി ഘടകങ്ങൾ ഈ മേഖലയിലേക്ക് നിക്ഷേപകരുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. മാസഗോൺ ഡോക്ക്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, GRSE തുടങ്ങിയ കമ്പനികൾക്ക് വലിയ ഓർഡർ ബുക്കുകളും വളർച്ചാഭിപ്രായങ്ങളും ലഭിക്കുന്നതിനാൽ ഈ ഓഹരികൾ ഇനി ആഴത്തിൽ വിലയിരുത്തപ്പെടേണ്ടതാണ്. എന്നിരുന്നാലും തീവ്രമായ മത്സരവും ചോദ്യമേൽക്കുന്ന വിതരണ ശൃംഖലകളും നിലനിൽക്കുന്നതിനാൽ നീണ്ടകാല നിക്ഷേപത്തിന് മുൻകൂട്ടി വിലയിരുത്തലും സ്ഥിരതയുള്ള മേൽനോട്ടവും അത്യാവശ്യമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിൽ പങ്കുവയ്ക്കാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ മറ്റുള്ള നിക്ഷേപകർക്ക് സഹായകരമാകാം. ഇത്തരത്തിലുള്ള കൂടുതൽ ഓഹരി വിപണി വിശകലനങ്ങൾ, ട്രെൻഡുകൾ, ബാങ്കിംഗ്, ടെക്, ഡിഫൻസ് മേഖലകളിലെ തകർപ്പൻ വിവരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചാനലിലെ മറ്റുള്ള വീഡിയോകളും കാണാൻ മറക്കരുത്. പുതിയ വീഡിയോകൾ വരുമ്പോൾ അറിയാനും ഇടവേളകളില്ലാതെ അപ്ഡേറ്റുകൾ ലഭിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യൂ. സുരക്ഷിതമായി നിക്ഷേപിക്കുക. താങ്ക് യു.